ഹായ് ഡിയേഴ്സ്, ഇന്ന് നാം പറയാൻ പോകുന്നത് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് പ്രോസസ്സിലെ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് പ്രോസസ്സിൻ്റെ ഫസ്റ്റത്തെ ബേസിക് സ്റ്റേജ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് ദ ഗ്രൗണ്ട് വർക്ക്. എസ്റ്റാബ്ലിഷിംഗ് ദ ഗ്രൗണ്ട് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക് സ്റ്റെപ്പാണ്. റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് മാത്രം എടുക്കുമ്പോൾ നമുക്കറിയാം, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും ബേസിക് ആയ സ്റ്റേജാണ് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ്. റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് സ്റ്റേജാണ്. എങ്കിൽ അത് മാത്രമാണ് എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. അതിൽ തന്നെ അതിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗിൻ്റെ ബേസിക് സ്റ്റേജ് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. എന്താണ് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗിൻ്റെ ബേസിക് സ്റ്റേജ്? അതായത് ഒരു സ്റ്റേക്ക് ഹോൾഡറും സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഒരേ പ്ലേസിലാണ് എങ്കിൽ, അതായത് നമുക്ക് സ്റ്റേക്ക് ഹോൾഡർ ഉദ്ദേശിക്കുന്ന കസ്റ്റമർ, നമ്മുടെ വർക്ക് കൊടുക്കുന്ന കസ്റ്റമറും അത് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഒരേ പ്ലേസിലാണെങ്കിൽ, അതായത് ഒരേ ടീമിൽ നിന്നുകൊണ്ടാണെങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെ വളരെ സ്മൂത്തായിട്ട് പോകും. കാരണം ആവശ്യാനുസരണം സ്റ്റേക്ക് ഹോൾഡറിനോട് കമ്മ്യൂണിക്കേഷൻ നടത്തി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് കഴിയും. അത് എപ്പോഴും പോസിബിളായൊരു കാര്യമൊന്നുമല്ല. കാരണം എപ്പോഴും എല്ലായ്പ്പോഴും കസ്റ്റമറിനെ സോഫ്റ്റ്വെയർ ടീമിൻ്റെ കൂടെ തന്നെ കിട്ടിക്കൊള്ളുന്നില്ല. കാരണം വർക്ക് ഒരു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരാവശ്യാനുസരണം മാത്രമേ അത് വന്നു നോക്കുകയുള്ളൂ, എപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് തരത്തിൽ സംഭവിക്കാം. ഇൻ ആൻ ഐഡിയൽ സെറ്റിംഗ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് വർക്ക് ടുഗദർ ഓൺ ദി സെയിം ടീം. In such cases, requirements engineering is simply a matter of conducting meaningful conversation with colleagues who are well-known members of them, but reality is often quite different. പക്ഷേ തികച്ചും വ്യത്യസ്തമായിട്ടാണ് സംഭവിക്കുന്നത്. ഒരിക്കലും ഒരു ഐഡിയൽ സെറ്റിംഗ് അല്ല ഉണ്ടാവുന്നത്. അതായത് കസ്റ്റമർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒരുമിച്ചിരുന്നു കൊണ്ടല്ല സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ അധികം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവൂ. പിന്നെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ എന്തെങ്കിലും സജഷൻസ് ചോദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മൾ വിചാരിച്ച മാതിരി കസ്റ്റമറും സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഒരുമിച്ചിരുന്നു കൊണ്ടല്ല ഒരു വർക്കും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ ചിന്ത അങ്ങനെയാണെങ്കിലും തിരിച്ച് സംഭവിക്കുന്നത് അങ്ങനെയല്ല. പിന്നെ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? കസ്റ്റമേഴ്സ് ഓർ എൻഡ് യൂസേഴ്സ് മേ ബി ലൊക്കേറ്റഡ് ഇൻ എ ഡിഫറെൻറ്റ് സിറ്റി ഓർ കൺട്രി. ചിലപ്പോൾ വ്യത്യസ്ത സിറ്റികളിലായിരിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്ത കൺട്രിയിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമേ നടക്കുകയുള്ളൂ. അത്യാവശ്യമായ എപ്പോഴും സജഷൻസ് ചോദിക്കാനോ അങ്ങനെയൊന്നും കഴിയില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമേ, ലിമിറ്റഡായ കമ്മ്യൂണിക്കേഷൻ മാത്രമേ പോസിബിൾ ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നിക്കൽ നോളജ് വെച്ച്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ ടെക്നിക്കൽ നോളജ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കസ്റ്റമറുമായി നടന്നാൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. കസ്റ്റമറിന് ഒരിക്കലും ടെക്നിക്കൽ സൈഡ് അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതിൻ്റെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയ ഭാഗം മാത്രമേ കസ്റ്റമറിന് അറിയുള്ളൂ. അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് മാത്രം. അതിൻ്റെ ബാക്കിലുള്ള കോഡിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ കസ്റ്റമറിന് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സോഴ്സ് കോഡൊന്നും അല്ല. റിക്വയർമെൻറ്റ് എഞ്ചിനീയർ റിക്വയർമെൻറ്റ്സിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതും തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾക്കേ അറിയുള്ളൂ. പക്ഷെ അത് കസ്റ്റമറിനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രൂപത്തിലാവണമെങ്കിൽ കസ്റ്റമറിൻ്റെ ആവശ്യമാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ റിക്വയർമെൻറ്റ് കളക്ഷൻ കഴിഞ്ഞു, പിന്നെ അനാലിസിസ് കഴിഞ്ഞു, മോഡലിങ് കഴിഞ്ഞു, പിന്നെ കസ്റ്റമറിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതെല്ലാം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മോഡലിംഗ് ആയാലും കോഡ് ജനറേഷൻ ആയാലും ടെസ്റ്റിംഗ് ആയാലും അതൊന്നും കസ്റ്റമറിന് അതിലൊരു പങ്കുമില്ല. അതെല്ലാം തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് മാത്രം കഴിയുന്ന ഒന്നാണ്. പക്ഷേ ഈ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ള ഈ സ്റ്റേജിൽ കസ്റ്റമറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കസ്റ്റമറിൻ്റെ ഉള്ളിലുള്ള ഐഡിയകളും എന്താണെന്നും ഉള്ളിലുള്ള തിങ്കിങ് എന്താണെങ്കിലും മനസ്സിലാക്കാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കഴിഞ്ഞാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ എഞ്ചിനീയർക്ക് കഴിയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ ഒരേ ടീമിലാണ് അതല്ല നടക്കുന്നത്. രണ്ട് സിറ്റിയിലോ രണ്ട് രാജ്യങ്ങളിലോ ആയിരിക്കാം. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ലിമിറ്റഡ് ആയ ടെക്നിക്കൽ നോളജ് അപ്ലൈ ചെയ്യാനുമേ കഴിയുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഇതിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഒരു ഗ്രൗണ്ട് വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിന് വേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്
എന്നാണ് പറയുന്നത്. ആ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുന്നത് വഴി നമുക്ക് നല്ലൊരു റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്സ് റിക്വയർ ടു എസ്റ്റാബ്ലിഷ് ദ ഗ്രൗണ്ട് വർക്ക്. അല്ല, ഫസ്റ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. രണ്ടാമത്തെ റെക്കഗ്നൈസിങ് മൾട്ടിപ്പിൾ വ്യൂ പോയിൻറ്റ്സ്. തേർഡ് വൺ വർക്കിംഗ് ടുവേർഡ്സ് കൊളാബറേഷൻ. ലാസ്റ്റ് വൺ അല്ലെങ്കിൽ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ആസ്കിങ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ 4 സ്റ്റെപ്പുകളാണ് പറയുന്നത്. നമുക്ക് സ്റ്റെപ്പുകളിലോട്ട് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഐഡൻറ്റിഫൈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു പേര് തന്നെ ഉണ്ട്. അതായത് എന്താണ് കസ്റ്റമർ, എന്താണ് കസ്റ്റമർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, എന്താണ് കസ്റ്റമറിൻ്റെ ആവശ്യം എന്ന് മനസ്സിലാക്കിയെടുക്കൽ. ദ സ്റ്റേക്ക് ഹോൾഡർ ഈസ് എനിവൺ ഹു ഹാസ് ദ ഡയറക്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ഓർ ബെനിഫിറ്റ്സ് ഫ്രം ദ സിസ്റ്റം ദാറ്റ് ഈസ് ടു ബി ഡെവലപ്ഡ്. സ്റ്റേക്ക് ഹോൾഡർ അല്ലെങ്കിൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരോ ആയിക്കോട്ടെ, ആരായാലും കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ താല്പര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു വർക്ക് കൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് മനസ്സിലാക്കി എടുക്കലാണ് ഫസ്റ്റ്. ഐഡൻറ്റിഫൈ സ്റ്റേക്ക്, ആരാണ് സ്റ്റേക്ക് ഹോൾഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബെനിഫിറ്റ് എന്താണ് ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് എന്ന് മനസ്സിലാക്കലാണ്. ഈ സോമർവില്ല ആൻഡ് സോവിയർ ഡിഫൈൻ ദ സ്റ്റേക്ക് ഹോൾഡർ ആസ് എനിവൺ ഹു ബെനിഫിറ്റ്സ് ഇൻ എ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് വേ ഫ്രം ദ സിസ്റ്റം വിച്ച് ഈസ് ബീയിങ് ഡെവലപ്ഡ്. അതുകൊണ്ട് തന്നെയാണ് സോമർവില്ല ആൻഡ് സാംവെയർ എന്ന് പറയുന്നത് ഡെവലപ്പേഴ്സാണ്. ഡെവലപ്പേഴ്സ് മീൻസ് സയൻറ്റിസ്റ്റുകളാണ്. മുന്നേ ഉള്ള ഒരുപാട് മോഡൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിലും നല്ല പങ്ക് വഹിച്ച 2 വ്യക്തികളാണ് സോമർവില്ലെ ആൻഡ് സാംവെയർ. അവർ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ കസ്റ്റമർ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ആരാണ് എന്നാണ്. എനിവൺ ഹൂ ബെനിഫിറ്റ്സ് ഇൻ എ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് വേ ഫ്രം ദ സിസ്റ്റം വിച്ച് ഈസ് ബീങ് ഡെവലപ്ഡ്. ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ബെനിഫിറ്റ് കിട്ടുന്നത് ആരാണോ അതാണ് ആര്, കസ്റ്റമർ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഗുണം ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഗെയിൻ ചെയ്യുന്നവർ ആരാണോ അവരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ സ്റ്റേക്ക് ഹോൾഡർ. അപ്പോൾ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ എസ്റ്റാബ്ലിഷിംഗ് ഗ്രൗണ്ട് വർക്ക് ഗ്രൗണ്ട് വർക്ക് സ്റ്റേജിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ഇനി രണ്ടാമതെന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസിങ് മൾട്ടിപ്പിൾ വ്യൂ പോയിൻറ്റ്സ് ആണ്. റെക്കഗ്നൈസിങ് മൾട്ടിപ്പിൾ വ്യൂ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരേപോലുള്ള വർക്കുകൾ ഒരുപാടെണ്ണം വന്നേക്കിരിക്കും. ഒരു ഫേമൊക്കെ ആകുമ്പോൾ ഒരുപാട് വർക്കുകൾ വരാം. ഇപ്പോൾ ഒരു കോളേജിൻ്റെ വെബ്സൈറ്റ് ആണെങ്കിൽ ഒന്നായില്ല, ഒരുപാട് കോളേജിൻ്റെ വെബ്സൈറ്റുകൾ വരാം. പക്ഷേ ഓരോ കസ്റ്റമറിൻ്റെയും പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരേ ടോപ്പിക്കുമായോ അല്ലെങ്കിൽ ഒരേ കോൺസെപ്റ്റുമായി വരുന്നവരെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഡിസ്കഷൻ നടത്തുന്നത് നന്നായിരിക്കും. അതിലൂടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും പോയിൻ്റ് ഓഫ് വ്യൂവും മനസ്സിലാക്കാൻ കഴിയും. ബിക്കോസ് മെനി ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എക്സിസ്റ്റ്, the requirements of the system will be explored from many different point of view. അപ്പോൾ പല തരത്തിലുള്ള പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെ നമുക്ക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ നല്ലൊരു ഡിസിഷൻ എടുക്കാൻ എൻജിനീയേഴ്സിന് കഴിയും. കാരണം ഒരു 3 പേര് ഒരേ വർക്കുമായി വന്നു കഴിഞ്ഞാൽ 3 പേരോട് സംസാരിച്ച് കഴിയുമ്പോൾ 3 പോയിൻ്റ് ഓഫ് വ്യൂ ആയിരിക്കും. അതുവഴി ഈ 3 പേരോട് സംസാരിക്കുന്ന വഴി ഈ ഒരു വ്യക്തിക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ടീമിനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനത്തെ ഒന്നും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വർക്ക് നന്നാവാൻ വേണ്ടിയിട്ടാണ് എല്ലാ സ്റ്റെപ്പുകളും. അപ്പോൾ റെക്കഗ്നൈസിങ് മൾട്ടിപ്പിൾ വ്യൂ പോയിൻറ്റ്സ്, അപ്പോൾ ഒന്നിൽ കൂടുതൽ വ്യൂ പോയിൻറ്റ്സിനെ മനസ്സിലാക്കി എടുക്കുക, അതാണ് പറയുന്നത്. ആസ് ഇൻഫർമേഷൻ ഫ്രം മൾട്ടിപ്പിൾ വ്യൂ പോയിൻറ്റ്സ് ഈസ് കളക്റ്റഡ്, എമർജിങ് റിക്വയർമെൻറ്റ്സ് മേ ബി ഇൻകൺസിസ്റ്റൻസ് ഓർ മേ കോൺഫ്ലിക്റ്റ് വിത്ത് വൺ അനദർ. അപ്പോൾ മൾട്ടിപ്പിൾ വ്യൂ പോയിൻറ്റ്സ് കളക്ട് ചെയ്യുന്നത് വഴി കൺസിസ്റ്റൻ്റ് ആയതും വാലിഡ് ആയതുമായ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യാൻ എഞ്ചിനീയേഴ്സിന് കഴിയും. യു ഷുഡ് കാറ്റഗറൈസ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻഫർമേഷൻ in a way that will allow decision maker to choose an internally consistent set of requirement of system. ഈ ഒരു മൾട്ടിപ്പിൾ പോയിൻ്റ് ഓഫ് വ്യൂവിലൂടെ ഗെയിൻ ചെയ്ത ഇൻഫർമേഷൻ വഴി കറക്റ്റായൊരു ഡിസിഷൻ
എടുക്കാൻ എൻജിനീയേഴ്സിന് കഴിയും. ഇനി അടുത്തത് പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് വർക്കിംഗ് ടുവേർഡ്സ് കൊളാബറേഷൻ. വർക്കിംഗ് ടുവേർഡ്സ് കൊളാബറേഷൻ എന്ന് പറയുന്നത് ഈ ഒരുപാട് പോയിന്റ് ഓഫ് വ്യൂയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയാലും നല്ല ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ടിന് പ്രൊജക്റ്റ് എക്സ്പേർട്ടിന് ഇതിന് അപ്പുറത്തുള്ളൊരു ഡിസിഷൻ എടുക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. വർക്കിംഗ് ടുവേർഡ്സ് കൊളാബറേഷൻ അതായത് നമ്മുടെ വർക്കിംഗ് എക്സ്പീരിയൻസ് വഴി സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ കസ്റ്റമറിന് അപ്പുറത്തേക്ക് ഒരു സീനിയർ ടെക്നോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനേജറിനോ കഴിയും. അദ്ദേഹത്തെയാണ് പ്രൊജക്റ്റ് ചാമ്പ്യൻ എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ അത്രയും എക്സ്പേർട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മൾട്ടിപ്പിൾ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു ഡിസിഷൻ തീരുമാനിക്കാൻ, അത് ഒരുപാട് വ്യൂ വരുമ്പോൾ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. അത് ശരിക്കും പറഞ്ഞാൽ ഫൈനൽ ഡിസിഷനാണ്. കൊളാബറേഷൻ ഡസ് നോട്ട് നെസസറിലി മീൻ ദാറ്റ് റിക്വയർമെൻറ്റ്സ് ആർ ഡിഫൈൻഡ് ബൈ കമ്മിറ്റി. കൊളാബറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു റിക്വയർമെൻറ്റിന് ഒരു കമ്മിറ്റി വഴി ഡിഫൈൻ ചെയ്യലല്ല. In many cases, stakeholders collaborate by providing their view of requirements. ഒരുപാട് കേസിലൂടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കൊളാബറേഷൻ വഴി ഒരുപാട് പോയിന്റ് ഓഫ് വ്യൂയുടെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കാൻ കഴിയും. ബട്ട് എ സ്ട്രോങ് പ്രൊജക്റ്റ് ചാമ്പ്യൻ മേ മേക്ക് ദ ഫൈനൽ ഡിസിഷൻ അബൌട്ട് വിച്ച് റിക്വയർമെൻറ്റ്സ് മേ ദ കട്ട്. അപ്പോൾ പക്ഷെ ഒരു സ്ട്രോങ് ആയിട്ടൊരു പ്രൊജക്റ്റ് മാനേജർ, പ്രൊജക്റ്റ് ചാമ്പ്യൻ ഉദ്ദേശിക്കുന്നത് ബിസിനസ് മാനേജർ ആവാം, സീനിയർ ടെക്നോളജിസ്റ്റ് ആവാം, ആരോ ആവാം. അദ്ദേഹത്തിനൊരു ഫൈനലായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ കഴിയും എന്നുള്ളതാണ് മേക്കിംഗ് ടുവേർഡ്സ് കൊളാബറേഷൻ എന്നുള്ള മൂന്നാമത്തെ സ്റ്റേജ് കൊണ്ട് പറയുന്നത്. ഇനി നാലാമത്തെ സ്റ്റേജും ഫൈനൽ സ്റ്റേജ്, ഒരു ഗ്രൗണ്ട് വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ റൈസിംഗ് ആണ്. ആസ്കിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതൊരു Q&A സെക്ഷനാണ്. Q&A സെക്ഷൻ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ റൈസ് ചെയ്യുക, അതിനനുസരിച്ച് ആൻസർ കിട്ടുക. ഇതിലൂടെ നമുക്ക് കസ്റ്റമറിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയലാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് അറ്റ് ദ ഇൻസെപ്ഷൻസ് ഓഫ് ദി പ്രൊജക്റ്റ് ഷുഡ് ബി കോണ്ടെക്സ്റ്റ് ഫ്രീ. ദ ഫസ്റ്റ് സെറ്റ് ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ക്വസ്റ്റ്യൻസ് ഫോക്കസസ് ഓൺ ദ കസ്റ്റമർ ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ദ ഓവറോൾ പ്രൊജക്റ്റ് ഗോൾസ് ആൻഡ് ബെനിഫിറ്റ്. ഒരു മൊത്തത്തിലുള്ള പ്രൊജക്റ്റിൻ്റെ ഉദ്ദേശവും അതിൻ്റെ ബെനിഫിറ്റ്സും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്ത് ആൻസർ ഗെയിൻ ചെയ്യലാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് 3 സ്റ്റേജിലായിട്ടാണ് ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്തത്. ഫസ്റ്റ് സ്റ്റേജിൽ എന്ന് പറയുന്നത് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് ഹൂ ബെനിഫിറ്റ്സ്, ആർക്കാണ് ഈ ഒരു വർക്ക് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഉള്ളത്, ഇത് എന്തിനുള്ളതാണ്, അങ്ങനത്തെ ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ മീൻസ് സ്റ്റാർട്ടിങ് ക്വസ്റ്റ്യൻസ് വന്നാൽ ഒരു കസ്റ്റമർ ആദ്യമായിട്ട് കാണുന്നൊരു ടീം എങ്ങനെയൊക്കെ ചോദിക്കുന്നു അതേപോലുള്ള ക്വസ്റ്റ്യൻസാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. എന്താണ് നിങ്ങളുടെ പ്രൊജക്റ്റ് എന്താണ്, എന്തിനുള്ളതാണ്, ആർക്കാണ് ഇത് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇത് കൊണ്ട് വേറെ ആർക്കെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ ഇത് ഒരു സെർവറിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. These questions help to identify all stakeholders who will have interest in the software to build. In addition, the questions identify the measurable benefits of a successful implementation and possible alternatives to custom software development. ഈ ക്വസ്റ്റ്യൻ കൊണ്ട് കസ്റ്റമറിനെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനും കസ്റ്റമറിൻ്റെ ഉള്ളിലുള്ള താല്പര്യങ്ങൾ, ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണവും അതിനുള്ള താല്പര്യമൊക്കെ മനസ്സിലാക്കാൻ ഇതുകൊണ്ട് കഴിയും. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് enables you to gain better understanding of the problem and allow the customer to voice his/her perceptions about a solution. അപ്പോൾ നമ്മൾ തരുന്ന വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രോബ്ലമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ തന്ന സംഭവം എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്. അത് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വഴി ആ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട്, ആ ഒരു വർക്കിനെ കുറിച്ചിട്ട് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്യുക. അതെല്ലാം ക്വസ്റ്റ്യൻ ഇന്നത് തന്നെ വേണം അങ്ങനെയില്ല, കറക്റ്റായിട്ട് ഇന്നതുപോലെ ചോദിക്കണം എന്നൊന്നുമില്ല. പക്ഷേ ഫസ്റ്റത്തെ സ്റ്റേജിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യനുകളും കുറച്ചും കൂടി
ഡെവലപ്ഡ് ആയ ക്വസ്റ്റ്യൻസാണ് സെക്കൻഡ് സ്റ്റേജിൽ ചോദിക്കുക. അതുവഴി എന്തൊക്കെയാണ് ഈ പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കസ്റ്റമറിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. കസ്റ്റമറിൻ്റെ വാക്കുകളിലൂടെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഡോക്യുമെൻ്റ് തയ്യാറാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ്നെസ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റിയാണ്. അതായത് ആ കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റിയിലൂടെ എന്തൊക്കെയാണ് ഈ സോഫ്റ്റ്വെയറിൽ ഉദ്ദേശിക്കുന്ന പ്രോബ്ലങ്ങൾ എന്നുള്ളത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ കഴിയും. ഈ ഗോസ് ആൻഡ് വെയിൻബർഗ് ഇത് രണ്ട് സയൻറ്റിസ്റ്റുകൾ തന്നെയാണ് ഈ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നതാണ്. നമ്മുടെ കുറച്ച് കാര്യങ്ങളില്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ മൊത്തമായിട്ട് പറയുമ്പോൾ എപ്പോഴും പറയുന്ന ആളുകളാണ് ഗോസ് ആൻഡ് വെയിൻബർഗ് എന്ന് പറയുന്നത്. അവർ പറയുന്നത് ഈ ലാസ്റ്റ് സ്റ്റെപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ മെറ്റാ ക്വസ്റ്റ്യൻസ് എന്നാണ്. മെറ്റാ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഡീഷണലായിട്ട് വരുന്ന, അതായത് കൂടുതൽ നമ്മുടെ ഈ ഒരു വർക്കിൻ്റെ ഇമ്പാക്റ്റൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസാണ് മെറ്റാ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദീസ് ക്വസ്റ്റ്യൻസ് വിൽ ഹെൽപ്പ് ടു ബ്രേക്ക് ദ ഐസ് ആൻഡ് ഇനിഷ്യേറ്റ് ദ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഈസ് എസെൻഷ്യൽ ടു സക്സസ്ഫുൾ എലിസിറ്റേഷൻ. ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. എപ്പോഴൊരു കസ്റ്റമറിനും സ്റ്റേക്ക് ഹോൾഡറിനും എൻജിനീയറിനും തമ്മിലൊരു എപ്പോഴും ഒരു ബ്രേക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയൽ ഉള്ളൊരു സ്റ്റേജാണ് ഫൈനൽ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതായത് ബ്രേക്ക് ടു ഐസ് എന്ന് പറയുന്നത്. ഇതെല്ലാം തുറന്നു പറഞ്ഞിട്ട് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്താൽ മാത്രമേ വർക്ക് അത്രയും നന്നാവുകയുള്ളൂ. അതാണ് പറയുന്നത് ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജാണ് ഫൈനൽ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതുവഴി സക്സസ്ഫുൾ എലിസിറ്റേഷൻ പോസിബിൾ. സക്സസ്ഫുൾ എലിസിറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള റിക്വയർമെൻറ്റ് ഗ്യാതറിങ്, കറക്റ്റായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യാൻ ഈ ഒരു സ്റ്റേജ് വഴി കഴിയും. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏറ്റവും ബേസിക്കായ സ്റ്റേജായ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സിലെ ഏറ്റവും ബേസിക് സ്റ്റേജായ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗിലാണ്. ആ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗിലെ ഓരോരോ സ്റ്റെപ്പുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു നാലാമത്തെ സ്റ്റെപ്പോട് കൂടി കറക്റ്റായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഗ്യാദർ ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത് ഈ 4 സ്റ്റെപ്പിലൂടെ. അപ്പോൾ 4 സ്റ്റെപ്പാണുള്ളത്. ഗ്രൗണ്ട് വർക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ഐഡൻറ്റിഫൈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, റെക്കഗ്നൈസിങ് മൾട്ടിപ്പിൾ വ്യൂ പോയിൻറ്റ്സ്, വർക്കിംഗ് ടുവേർഡ്സ് കൊളാബറേഷൻ ആൻഡ് ആസ്കിങ് ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.